മദർ തെരേസ ഇൻ്റർനാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ തൃശ്ശൂർ രക്ഷാ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലിൻഡോ പി.കെ. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. ഒരു അവാർഡ് അല്ലേ, ഇൻ്റർനാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിട്ട് ഇരിക്കുകയാണ് ഡോക്ടർ. എന്തിൻ്റെ പേരിലാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? അതിനു മുമ്പ് ഞങ്ങൾക്ക് ഡോക്ടർ എന്താണ്, ആരാണെന്നൊന്ന് അറിയാൻ കൂടിയുണ്ട് പ്രേക്ഷകർക്ക്. എൻ്റെ പേര് ലിൻഡോ എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്ത് പുതിരുത്തി ഇടവകയിൽ സെൻറ്റ് പൈസ് ചർച്ച് അംഗത്തുള്ള ഒരാളാണ്. ഒപ്പം തന്നെ വീട്ടിൽ അപ്പനമ്മ, അനിയന്മാർ, വൈഫ്, ഒരു ചെറിയ കൊച്ചു കുടുംബമാണ്. ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചാരിറ്റി ചെയ്യുകയെന്ന് പറഞ്ഞെങ്കിൽ ആർക്കും വേണ്ടാത്ത കുറേ മക്കൾ ഗാകുലത്ത പോലെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ട്, അവിടെ പോയിട്ട് സേവിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജോലിയുടെ ഇടയിലും കുറച്ച് വേണ്ടി അവർക്ക് വേണ്ടി സമയം ഞാൻ കണ്ടെത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയ അവാർഡാണ്. അതിൽ മദർ തെരേസ പറഞ്ഞ വചനം തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ജീവിതം സേവനമാണ്, സേവനം ആനന്ദമാണ് എന്നുള്ള ആ വാക്യം തന്നെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. പല പേഷ്യൻസിൻ്റെയും പല തരത്തിലുള്ള വേദനകൾ കിട്ടിയിട്ടുണ്ട്. അത് മദർ തെരേസയിൽ നിന്ന് കിട്ടി. അതേപോലെ തന്നെ ഒരു അനുഭവം, തിക്തമായ ഒരു അനുഭവം ഉണ്ടായത് വെച്ചെങ്കിൽ മുഖത്തേക്ക് ഒരു പേഷ്യൻ്റ്, ഷുഗർ കുറഞ്ഞൊരു പേഷ്യൻ്റ് മുഖത്തേക്ക് തുപ്പ് ഉണ്ടായി. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ അത് ഞാൻ സ്വീകരിക്കാൻ സാധിച്ചു. അത് മദർ തെരേസയുടെ ആ വചനം വാക്യം തന്നെയാണ്. അവർ ഒരു വട്ടം അവരുടെ കയ്യിൽ തുപ്പിയപ്പോൾ അവർ പറഞ്ഞതുപോലെ എനിക്കുള്ളത് തന്നു, എൻ്റെ മക്കൾക്കുള്ളത് താ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്കും സാധിച്ചത്. അങ്ങനെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ആ മദർ തെരേസയുടെ ആ ഒരു ജീവിതാനുഭവം ജീവിതത്തിൽ പകർത്തിയപ്പോൾ ആ ഒരു അവാർഡ് തന്നെ കരസ്ഥമാക്കാൻ സാധിച്ചു അല്ലേ? മദർ തെരേസ. അത് എന്ത് ഡോക്ടേഴ്സിന് കൊടുക്കുന്ന അവാർഡ്? ഡോക്ടേഴ്സിന് കൊടുക്കുന്നതാണ്. ചാരിറ്റി മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിന് മാത്രം കൊടുക്കുന്ന അവാർഡാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞു ആരോഗ്യമില്ലാത്തവർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒന്ന് വിശദീകരിക്കാം. അതായത് നമ്മുടെ ഗാകുലത്ത, തൃശ്ശൂർക്ക് അടുത്ത് ഗാകുലത്ത ധ്യാന കേന്ദ്രം എന്ന് പറയുന്നൊരു ആശ്രമമുണ്ട് അവിടെ. അതായത് കുറേ മക്കളുണ്ട് അവിടെ, ഒരു 100-300ഓളം മക്കളുണ്ട്. അവരെ നോക്കാനോ അല്ലെങ്കിൽ അവരെ മരുന്ന് വയ്ക്കാനോ ചികിത്സിക്കാനോ ആരുമില്ല. അപ്പോൾ അവരുടെ ഇടയിൽ പോയി കുറച്ച് നേരമെങ്കിലും, വളരെ ജോലിയുടെ ഇടയിൽ പോലും കുറച്ച് നേരം കിട്ടുന്നുള്ളൂ, ആ കുറച്ച് നേരം അവരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്നു. അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള അന്തേവാസികൾ ഒരുപാടുണ്ട്, നമുക്കറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി ഇതേപോലെ അവരെ കുളിപ്പിക്കാനായാലും അവരെ മരുന്ന് വയ്ക്കാനായാലും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള സേവനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജോലി മേഖലയിൽ ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് അറിയാം, നമുക്ക് വളരെ തിരക്കേറിയതാണ്, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഡോക്ടർ ചെയ്യുന്നത് ആയുർവേദ, നാച്ചുറോപ്പതി അല്ലേ? ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഉള്ളതാണ്. എപ്പോഴും ഹോസ്പിറ്റലായിട്ട് പോകേണ്ടതാണ് അല്ലേ നിങ്ങൾക്ക് സമയമൊക്കെ. ഇതിനിടയിൽ എങ്ങനെയാണ് ഈ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്? അത് ഞാൻ സമയം കണ്ടെത്തിയെടുത്തതാണ്. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് സമയമില്ല. പക്ഷേ നമ്മളൊരു ടൈം ടേബിൾ പ്രകാരം കൃത്യമായി അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കാം, അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ അവരുടെ അടുത്ത് പോയി അവരുടെ കൂടെ നിന്ന്, ചിലപ്പോൾ ജോലിയിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്ത് അവരുടെ കൂടെ പ്രവർത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അതായത് ആഴ്ചയിൽ ഒരിക്കൽ സമയം കണ്ടെത്തും. കാരണം വെച്ചെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, അവർക്ക് വേണ്ടി ഒരു ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതം സേവനമാണ് എന്ന് പറയുന്നത്. സേവനാനന്ദമാണ്. അല്ലാതെ നമ്മൾ കുറേ അങ്ങോട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ജീവിക്കുന്നതിൽ സന്തോഷം കിട്ടുന്ന ഏറ്റവും നല്ലൊരു മേഖലയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ മേഖല. പലരും സന്തോഷം കിട്ടുന്നുണ്ട്, പലരും ചെയ്യാൻ കുടിക്കുന്നവരുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കതല്ല, എനിക്ക് തന്നെ സന്തോഷം ഇതാണ് എനിക്ക് കണ്ടെത്തുന്നത് ഏറ്റവും വലിയ സന്തോഷം. എന്താണ് ഇങ്ങനെ ഈ ചാരിറ്റിയിലേക്ക് കടക്കാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് വന്നത്? അത് ചെറുപ്പം മുതലേ എനിക്ക് ഈ പ്രായമുള്ളവരെ ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ, ഇപ്പോഴും ഇഷ്ടമില്ല എന്നല്ല പറയുന്നത്, പണ്ടേ മുതലേ പ്രായമുള്ളവരെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹവും അവരോട് റെസ്പെക്റ്റും തോന്നാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ നമുക്കെല്ലാവർക്കും അറിയുന്ന മറ്റൊരു സംഭവമായിരുന്നു, അതാണ് കൂടുതൽ ഒന്നും കൂടി എനിക്കിതിലേക്ക് വരാനുള്ള ഒന്നുകൂടി ഇതുണ്ടായത്. നമുക്ക് 2019, 2020, 2021 കാലഘട്ടത്തിൽ കൊറോണ എന്ന മഹാമാരി നമ്മളെല്ലാവരും പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും എനിക്ക് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എന്തെന്ന് പറയുക, ഓരോ രോഗികളെയും, അതായത് DCC എന്ന് പറയും, ഞാനിവിടെ ഇല്ലായിരുന്നു, കൊല്ലം ജില്ലയിലായിരുന്നു. കൊല്ലം ജില്ലയിലെ ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പാവപ്പെട്ട രോഗികൾക്ക് DCC, ഡൊമസ്റ്റിക് കെയർ സെൻ്റർ എന്നാണ് അതിന് പറയുന്നത്. അതായത് ആർക്കും വേണ്ടാത്ത രോഗികളെ കൊടുന്ന് തട്ടുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആംബുലൻസുകാരൻ പോലും വേണമെങ്കിൽ രോഗിയെ പിടിച്ച് കയറ്റിക്കകത്തിക്കുക എന്നുള്ള എന്താ പറയുക, അവരോടുള്ള ഭയമായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ പോലും, അതായത് 100-102 വയസ്സായ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ അവരെ സ്വീകരിച്ച് അവരെ അകത്താക്കി. അവർ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കാരണം കൊറോണ എന്ന സംഭവം എനിക്ക് വന്നിട്ടില്ല, അവർക്കെല്ലാം കൊറോണയുണ്ട്. എന്നാൽ അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയും അതിനെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് ഞാൻ തോൽപ്പിച്ചു. കാരണം ഞാൻ അതിനെ തോൽപ്പിക്കാനുള്ള ഒരു മാർഗ്ഗം കണ്ടെത്തിയത്, ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ജപമാല ചെല്ലുമായിരുന്നു. അങ്ങനെ ജപമാല ചെല്ലിയാണ് കൊറോണയെ, എന്നെ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നു കൊറോണ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷേ കൊറോണ ജീവിതത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം കൊറോണ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ട രോഗികളെ കൊടുന്ന് ഇറക്കുമ്പോൾ എന്തെന്ന് പറയുക, വെറുതെ ആർക്കോ വേണ്ടി
ഇതാക്കുന്ന ഒരു ഫീലിംഗ് കണ്ടപ്പോൾ വീണ്ടും എനിക്ക് അതിലേക്ക് വീണ്ടും വീണ്ടും ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയുടെ അപ്പനുണ്ട്, അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മ എൻ്റെ വളരെയധികം ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ അപ്പച്ചൻ, എൻ്റെ സഹോദരങ്ങളായാലും ഇപ്പോൾ ജീവിത പങ്കാളി ആയാലും അവളായാലും വളരെ സപ്പോർട്ടിങ്ങാണ്. കാരണം അവളുടെ ഫീൽഡും ഇത് തന്നെയാണ്, അലോപ്പതി ആണെന്ന് മാത്രം. അവളും വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഓരോ രോഗികളെ കാണുമ്പോഴും അവൾ പറയുന്ന ലിൻഡേട്ടൻ ചെയ്തോളൂ എന്നുള്ള പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം വീട്ടിൽ നിന്നൊരു സപ്പോർട്ടിംഗ് ആണ് ഏറ്റവും എല്ലാവർക്കും വേണ്ടത്. പലർക്കും വീട്ടിൽ നിന്ന് സപ്പോർട്ടിങ് കിട്ടാറില്ല. എനിക്ക് ആ കാര്യത്തിൽ വളരെ സപ്പോർട്ടിംഗ് ആണ് കിട്ടാറുള്ളത്. അതുപോലെ തന്നെ വികാരിച്ചിൻ്റെ ഭാഗത്തു നിന്നായാലും കിട്ടാറുണ്ട്. ഈ കൊറോണ സമയത്ത് രോഗം വന്നിട്ടില്ലെന്ന് പറഞ്ഞു, എന്നാൽ രോഗികൾ ഒരുപാട് അടുത്ത് ഇടപഴകിയിട്ടുണ്ട്, അവരോട് സ്നേഹത്തോടെ പെരുമാറുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് അവിടുത്തെ രോഗികൾ തന്നെ നമുക്ക് വളരെ സന്തോഷത്തോടെ അവർ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൈ പിടിച്ചും അവരെ ചിരിപ്പിച്ചും കളിപ്പിച്ചും അവരെ കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും അവർ ആ റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ, എല്ലാവരും പറയാം റൂമിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഭയത്തോടെയായിരുന്നു ഞങ്ങൾ കണ്ടിരുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ലായിരുന്നു. അവരെന്നെ കാലത്ത് തൊട്ട് എൻജോയ്മെൻറ്റ് എല്ലാം കളിയും ഗെയിമുകളായിട്ടും പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അതിൽ ക്രൈസ്തവരുണ്ടാകാം, ക്രൈസ്തവരെടുത്ത് പറയാറുണ്ട് ഞാൻ ജപമാല ചെല്ലാൻ പറയാറുണ്ട്. അതിനിടയിൽ പോലും ക്രൈസ്തവരുണ്ട്, അവർ പോലും ചിലവരൊക്കെ കൊന്ത ചെല്ലാൻ വേണ്ടി ചെല്ലാൻ നിന്നാറുണ്ട്. ഒരു ടൈമിങ് നമ്മൾ കണ്ടെത്തി അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ രോഗത്തെ അവർക്ക് ഭയം അതിലൂടെ തന്നെ, അതായത് അവർ പറയാറുണ്ട് ആ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറുന്നത് വരെ ഉണ്ടായിരുന്നുള്ളൂ പേടി. പക്ഷേ വാതിൻ്റെ ഭാഗത്തേക്ക് കയറി കഴിയുമ്പോൾ കൊറോണ എന്ന് പറഞ്ഞ സാധനം അവർ തന്നെ മറന്നുപോയി. അതുകൊണ്ട് തന്നെ അവിടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ ഇതായിരുന്നു, സന്തോഷവാനായിട്ട് തന്നെ ഇരുന്നിരുന്നു അവിടെയൊക്കെ. ജപമാല ചൊല്ലി കൊറോണയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് വളരെ കുറച്ച് ദൈവാനുഭവം അങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം കൊറോണ അത്യാവശ്യം എല്ലാവർക്കും വന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ജപമാല ചൊല്ലി തന്നെ കൊറോണ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. അത് അത്രയ്ക്കും ഉറപ്പോടുകൂടി പറയാൻ അതെന്താ അങ്ങനെ? അത് ചെറുപ്പം മുതലേ ജപമാല എന്ന ശക്തി എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അമ്മയോടാണ് ചെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും, എനിക്ക് എന്ത് ആവശ്യം എനിക്ക് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന ഡോക്ടർ കുപ്പായം ഞാൻ അണിയുന്നുണ്ടെങ്കിൽ പോലും ദൈവത്തിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ഈ അണിയണോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് ആ കുപ്പായം തന്നത്. ജപമാല എന്ന കൊന്ത ചൊല്ലിയാണ് ഞാനത് കിട്ടിയത് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഒരേ രോഗികൾ, ഇപ്പോൾ ചിലപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള രോഗികൾ വരുമ്പോൾ പോലും ഡോക്ടർമാർ പറയും കൈ ഒഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇനി ഒന്നും ചെയ്യണില്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ ജപമാല ചൊല്ലിയിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യാറ്. ഏത് രോഗി വന്നാലും ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ചെയ്യുന്ന പേഷ്യൻസിന് അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുമ്പോൾ അവരുടെ അസുഖം മാറി, അവരുടെ രോഗം അവരിൽ നിന്ന് തന്നെ വിട്ടുപോയി അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒപ്പം തന്നെ ബൈബിൾ വചനങ്ങളെടുത്ത് വായിച്ച് മുന്നോട്ട് പോകാറുണ്ട് കൂടെ. എന്തെങ്കിലും അത്ഭുതങ്ങൾ ഇപ്പോൾ ഈ ഒരു ഈ മെഡിക്കൽ മേഖലയിലായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥനയോട് കൂടി ലഭിച്ച എന്തെങ്കിലും അത്ഭുതങ്ങൾ? ഒരുപാടുണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റിസപ്ഷൻ ക്യാബിൻ്റെ അകത്ത് വന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്തോ അവിടെ ഇരിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണ് എൻ്റെ വീട് കണ്ട് ചോദിക്കുന്നത് എന്താണ് വീട് പള്ളിയാക്കി വെച്ചിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും അതേപോലെ തന്നെയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. അപ്പോൾ റിസപ്ഷൻ ക്യാബിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് കാണുന്നത് ആദ്യം ബൈബിളാണ് കാണുന്നത്. ബൈബിളിൻ്റെ മുകളിൽ കർത്താവിൻ്റെ രൂപം ഇരിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്താണ് കൂടുതൽ വർക്ക് ചെയ്തിരുന്നത്. അവിടെ വെട്ടുകേട് പള്ളിയിൽ കുറഞ്ഞ ഒരു കർത്താവിൻ്റെ, അതും ആ ക്രൈസ്തവനായ ഒരാൾ കൊണ്ടുവന്ന ആ രൂപമാണ് അവിടെ ഇരിക്കുന്നത്. മാതാവിൻ്റെ രൂപം ഇരിക്കുന്നുണ്ട്, ജപമാല ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു രോഗി, അതായത് രോഗി എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലായിട്ട് അദ്ദേഹത്തിന് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം വാക്കറിലാണ് വരുന്നത്. വാക്കറിൽ വന്ന് അതിനൊപ്പം തന്നെ അദ്ദേഹം വളരെ അവശനായിട്ടാണ് വരുന്നത്. അതേ നിമിഷം മരണത്തിനോട് അതായത് ഗ്ലാൻഡ് എടുത്ത് മാറ്റിയുകൊണ്ട് അങ്ങനെ അദ്ദേഹം വന്നു. അതും ആലോചിക്കണം, വളരെ ഒരു ബ്രാഹ്മണനാണ്, ക്രൈസ്തവൻ എന്ന് പറയാൻ പറ്റില്ല, ബ്രാഹ്മണനാണ്. അദ്ദേഹം വന്നു എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്നില്ല അയാൾക്ക്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ബന്ധുക്കൾ പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കാരണം തൈറോയിഡിൻ്റെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്കൊന്നും സാധിക്കില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കിയോളൂ. പിന്നെ ആളുടെ അവസ്ഥ വളരെ മോശമാണ്, ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 3 ആഴ്ച വരെ ജീവിച്ചിരുന്നെങ്കിൽ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുവരുന്നത് തന്നെ. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ബൈസ്റ്റാൻഡറും അതുപോലെ തന്നെ ആ രോഗിയും തന്നെ മെല്ലെ എന്നോട് ചോദിച്ചു, ഡോക്ടർക്ക് ഇതിൽ വിശ്വാസമുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഏതിൽ വിശ്വാസമുണ്ടോ? ഈ ഇരിക്കുന്ന ഈസാപ്പനോട് വിശ്വാസമുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ വിശ്വാസമുണ്ട്, അന്ന് ഡോക്ടർ എന്നെ ചികിത്സിക്കണം, പൂർണ്ണമായും ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതിൽ വിശ്വാസമുണ്ടോ ചോദിച്ചു. അപ്പോൾ അവർ ജപമാല എന്നല്ല അവർ പറഞ്ഞത്, കൊന്ത ചെല്ലുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഞാൻ കൊന്ത ചെല്ലാറുണ്ട്, ഡോക്ടർ ധൈര്യമായിട്ട് ചൊല്ലിക്കോളൂ, ഇതിൽ തീർച്ചയായും റിസൾട്ട് കിട്ടും. അവർ ഇങ്ങോട്ടാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാനും കൊന്ത ചെല്ലാൻ തുടങ്ങി, അവർക്ക് വേണ്ടിയിട്ട് കൊന്ത ചെല്ലാൻ തുടങ്ങി. ഒപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെല്ലാൻ തുടങ്ങി. കർത്താവ് പണ്ട് ചെയ്തതുപോലെ തന്നെ പ്രകൃതി ചികിത്സയുടെ മറ്റൊരു ഘടകം തന്നെയാണ് മണ്ണ് ചികിത്സ. അവരുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മുകളിൽ പുരട്ടുകയും അതിനൊപ്പം തന്നെ അവിടുന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ആരോഗ്യം
പൂർണ്ണമായും വരുന്നതായിട്ട് മെല്ലെ മെല്ലെ കാണാൻ തുടങ്ങി, ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക്. അപ്പോൾ അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിസ്ചാർജിൻ്റെ സമയം. അപ്പോൾ അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. 1 മാസം കൂടി കണ്ടിന്യൂ ചെയ്തു. 3 മാസം കഴിഞ്ഞു. അവർ ബ്ലഡ് ടെസ്റ്റിന് സ്കാനിങ്ങിനും അയച്ചു. ചെക്ക് ചെയ്തപ്പോൾ അവിടെ ആ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നതായിട്ട് കാണുകയും രോഗി പൂർണ്ണമായ ആരോഗ്യത്തോടെ ഇന്നും ആ രോഗി ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതേപോലെ ഓരോ രോഗികളും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതാണ്, ദൈവം വചനത്തിലൂടെ പറഞ്ഞത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ ആ നിമിഷം ഓർത്തു. അപ്പോൾ അതുകൊണ്ട് ഏത് രോഗി വന്നാലും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ് മരുന്നുകളും ലേപനങ്ങളും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഒപ്പം തന്നെ ഇത് 2 കാര്യങ്ങളാണ് മെയിൻ. പിന്നെ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരാ അത്രയ്ക്കുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ ഇത് പറയുമ്പോൾ ഈ സയൻസും ഫെയ്ത്തും അത് രണ്ടും ഒരുപക്ഷെ ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് കാണുന്നവരുണ്ട്. ഫെയ്ത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു സയൻസിലൂടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ മിറാക്കിൾ നടക്കുമ്പോൾ അത് അതിൻ്റെ പിന്നിൽ ഒരു ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, അത് പ്രാർത്ഥിച്ചുകൊണ്ടല്ല, അവർ ആ ഡോക്ടറിൻ്റെ കഴിവാണ്, അല്ലെങ്കിൽ ഡോക്ടർ മരുന്നിൻ്റെ കഴിവാണ്, അതുകൊണ്ട് മാത്രമാണ് സുഖപ്പെട്ടത്. അതിന് പകരം ഇങ്ങനെ ചെയ്യുന്നത് പറയുന്ന ഒരുപാട് ഈ ഒരു കാലഘട്ടത്തിലാണ് ഡോക്ടർ ഇങ്ങനെ ഒരു ഇത് പറയുമ്പോൾ ഈ ഫെയ്ത്തും ഈ പറഞ്ഞ പോലെ ഇതും തമ്മിൽ എങ്ങനെയാണ് ചേർന്നത്? അതായത് ഞാനൊരിക്കലും എൻ്റെ കഴിവാണെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല. കാരണം എന്നിലുള്ളിലുള്ള കഴിവല്ല. എനിക്ക് ദൈവം ഒരു നിമിഷം നേരം ഈ സംഭവം ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറ്റി കളഞ്ഞാൽ എനിക്ക് ഇന്നത് ചെയ്യണമെന്ന് ദൈവം മാറ്റി കളഞ്ഞ് കിട്ടുമോ? ഇല്ല. അപ്പോൾ ആ നിമിഷം നമുക്ക് കൃത്യമായിട്ട് അവരുടെ ശരീരത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിൽ പറയുന്ന പോലെ പത്യാഹാരമാണ്. അലോപ്പതിയിൽ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല, മറിച്ച് അതുപോലെ തന്നെ പ്രകൃതി ചികിത്സയിൽ പറയും പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഘടകങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് ഉണ്ട്, കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടാണ് ഒരു രോഗി രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് ഒരിക്കലും ശുദ്ധം മണ്ടത്തരാണ് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം അവരുടെ ഉള്ളിലുള്ള ആ ഘടകം, ജീവഘടകം, ആ ഘടകത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ദൈവികമായിട്ടുള്ള ദൈവമാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവത്തിന് അറിയാം എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. അല്ലാതെ ഒരിക്കലും എൻ്റെ കഴിവല്ല. അതിപ്പോഴും പറയും, എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഇതേപോലെ ഈ ഹോസ്പിറ്റലിൽ ഇതുപോലെ മെഡിക്കലായിട്ട് നടക്കുന്ന പല അത്ഭുതങ്ങൾക്ക് പിന്നിലും വിശ്വാസത്തിൻ്റെ ശക്തി ഒരുപാട്. അതുകൊണ്ടാണല്ലോ പല ഡോക്ടർമാരും പറയുന്നത്, ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുന്നു, നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയുന്നൊരു എൻ്റെ സീനിയർ ഡോക്ടറുണ്ട്. പറയുമ്പോൾ പുള്ളി ഒരു ഹിന്ദു ആണ്. പക്ഷേ പുള്ളി എപ്പോഴും ഒരു ഓപ്പറേഷന് കയറുമ്പോൾ പുള്ളി ആദ്യം ചെല്ലുന്നത് ഒരു ജവമാല ചൊല്ലി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രാൻസിസ് സിയുടെ സമാധാന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പുള്ളി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളിൽ അവരൊക്കെ ദൈവവിശ്വാസമുള്ളവരാണ്. പക്ഷേ അവരൊരിക്കലും പുറത്തേക്ക് പറയാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ. ഡോക്ടറിൻ്റെ ഈ ഒരു ചാരിറ്റി, ഈ ഒരു മനസ്സുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അവാർഡ്, ഇന്റർനാഷണൽ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. എൻ്റെ സന്തോഷത്തിലാണ്. എന്താണ് ഇനി ഈ ഒരു ചാരിറ്റി മേഖലയിൽ ഭാവിയിൽ ഡോക്ടറിൻ്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ ഞാനത് പറയൽ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ എന്നെ അറിയുന്നവരടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭാവിയിൽ ഡോക്ടർ പണി കുറച്ച് കഴിയുമ്പോൾ നിർത്തുക. അതിനോടൊപ്പം തന്നെ എനിക്ക് മറ്റൊരു ഇതായിട്ടുള്ളൊരു മേഖലയാണ് കൃഷി മേഖല. എനിക്ക് കാർഷിക രംഗം വളരെയധികം ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുക, നമുക്ക് ജനങ്ങളെ കൊണ്ട് നല്ലത് കഴിപ്പിക്കുക എന്നുള്ള ഒരു സിസ്റ്റം കൂടി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെ അമ്മയിലും വൈഫായാലും പറയും, ഡോക്ടർ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർഷിക രംഗത്ത് ഇറങ്ങാനാണോ പ്ലാനിങ് ചോദിക്കുമ്പോൾ ഞാൻ പറയും അല്ല, അതിനോടൊപ്പം തന്നെ എനിക്ക് ഈ ചാരിറ്റി ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ മുന്നോട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഒരു കാര്യം റെഡിയായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഏത് നിമിഷം ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ന് പ്രത്യേകിച്ച് മക്കളൊക്കെ UK അവിടേക്കും ഇവിടേക്കും ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലാരുമില്ല, അച്ഛനും അമ്മയും മാത്രമേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ നോക്കാനോ സ്നേഹത്തോടൊരു വാക്ക് പറയാനോ പല രോഗികളും വന്നിട്ട് പറയാറുണ്ട്, എന്നെ വിളിക്കാൻ മക്കൾ പോലും വിളിക്കാൻ മറന്നു പോകുന്നു എന്നുള്ള രീതിയിൽ. എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയിൽ പോലും ഒരു ദിവസം പോലും ഒരു 10 വട്ടെങ്കിലും ചുരുങ്ങിയത്, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയായാലും അവളും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ അവളെ വിളിക്കും, അവളോട് ചോദിക്കും എത്തിയോ എന്ന്. അതുപോലും ചോദിക്കാൻ ഇന്ന് മക്കൾക്ക് നേരമില്ല. അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനോട് വിളിക്കുന്നത് അവരുടെ പേരെടുത്തിട്ടല്ല വിളിക്കുന്നത്, അച്ഛ അമ്മ എന്നുള്ള വാക്കാണ്. കാരണം അവർക്കത് സന്തോഷം തരുന്നുണ്ട്. ആ വാക്കിലൂടെ തന്നെ അവർക്ക് ഉണർവാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതാണ് എൻ്റെ താല്പര്യം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. അവസാനമായിട്ട് ഇപ്പോൾ ഡോക്ടർ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെറുപ്പം മുതൽ ഡോക്ടറിൻ്റെ ജീവിതത്തിലുണ്ടായി എന്തെങ്കിലും ഒരു ദൈവം സ്പർശിച്ച എന്തെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? ദൈവം അനുഭവിച്ചെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. വെച്ചെങ്കിൽ അതൊരു സ്വപ്നത്തിലൂടെയാണ് എനിക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞു ജവമാല എന്നുള്ള രീതിയിൽ. ഞാൻ ചെറുപ്പം മുതലേ ദൈവവിശ്വാസം, അതായത് 4ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ എന്ത് ദൈവവിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എൻ്റെ അമ്മയുടെ അപ്പൻ്റെ കൂടെയാണ് ഞാൻ പള്ളിയിൽ പോകാറ്. പള്ളിയിൽ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രാർത്ഥനകൾ കാണും, കൈ നിവർത്തി വയ്ക്കുന്നു, കാലി നിവർത്തി വയ്ക്കും. ഇതല്ലാതെ വേറൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നില്ല. തൊട്ട് സ്പർശിക്കാൻ പറ്റിയ ഒന്നും കണ്ടിട്ടില്ല. പിന്നീട് എനിക്ക് പല അനുഭവങ്ങളും കിട്ടി. അതിൽ നിന്ന് കുറച്ച് വലുതായി എനിക്ക് ഇതിനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിക്കൽ മാതാവ് ഒരു പ്രത്യക്ഷപ്പെടുണ്ടായി. മാതാവ് സ്വപ്നത്തിലൂടെയാണ് വന്നത്. അങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് മാതാവ് വന്നു. എനിക്കറിയില്ല മാതാവാണെന്ന് അറിയണ്ടായിരുന്നില്ല.
ഞാൻ സ്വപ്നത്തിൽ അവിടെ നിന്ന് വന്നു. അവിടെ തിരുവനന്തപുരത്തൊരു ശൈലിയുണ്ട്, നമ്മുടെ നാട്ടിൽ അമ്മ എന്ന് വിളിക്കുമ്പോൾ അവിടെ കിളവി തള്ള എന്നാണ് ഒരു ഭാഷ വിളിക്കുക. എനിക്കത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നിങ്ങളെന്താ തള്ള എന്ന് വിളിക്കുക, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്. പക്ഷേ അവരുടെ ശൈലി അങ്ങനെയാണ്. അങ്ങനെ ഒരു വട്ടം ഞാൻ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഡോക്ടറെ കാണാൻ ഒരു തള്ള വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു കിളവി വന്നിട്ടുണ്ടെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ നിങ്ങളോട് വിളിക്കരുത് എന്ന് പറഞ്ഞില്ലേ എന്നു. അങ്ങനെ അവർ എന്നെ കാണാൻ വേണ്ടി വന്നു, ഒരു വെള്ള സുന്ദരിയായ ഒരു ഇത്. അപ്പോൾ അങ്ങനെ വന്നു, ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നില്ല. വീണ്ടും ചോദിച്ചു, അപ്പോൾ പറയുന്നില്ല. അമ്മയാണോ? അപ്പോൾ അതേന്നു. എന്താ പേര്? വരൂ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് കയറിയിരിക്കുകയും ഒപ്പം തന്നെ എൻ്റെ നെറ്റിയിലും കൈയിൻ്റെ മുകളിലും കാലിൻ്റെ മുകളിലും ഒരു എണ്ണമയം പോലെയുള്ള എന്തോ അഭിഷേകം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒപ്പം തന്നെ പിന്നീട് നേരം എടുത്തപ്പോൾ അത് കണ്ടു. എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, ഭയപ്പെടേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊരു ബോധ്യപ്പെട്ടു. പിന്നീട് എനിക്കെന്ന് പറയാം അത് മാതാവിനെ ഞാനൊരു പേരിടുകയും ചെയ്തു. എന്നിട്ട് ദർശന മാതാവ് എന്നുള്ളൊരു പേരിട്ടു. ആരെങ്കിലും ഇട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിട്ടിരിക്കുന്ന പേര് അതാണ്, ദർശന മാതാവ്. അപ്പോൾ എനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ അടുത്ത് ഓടിയെത്തുന്ന പോലെ തന്നെ എനിക്ക് പറഞ്ഞ പോലെ ഓടിയെത്തും, അമ്മയോട് കാര്യങ്ങൾ പറയും. എനിക്ക് ഇന്നതൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് സാധിക്കുമെങ്കിൽ എനിക്കത് സാധിച്ചു തരാൻ മകനോട് പറയാൻ പറയും. അപ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏത് കാര്യത്തിനായാലും ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതവും കല്യാണം ഇത്ര നാളായിട്ടുള്ളൂ, എനിക്കൊരു നല്ലൊരു ജീവിത പങ്കാളിയെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിച്ചു. ഇനി മക്കൾ തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവം സമയമാകുമ്പോൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ വൈഫും ഡോക്ടറാണ്, അല്ല ആള് അനസ്തേഷ്യ ടെക്നീഷ്യൻ, രണ്ടുപേരും മെഡിക്കൽ രംഗത്താണ്. അതെ, രണ്ടാളും അത് രണ്ട് തട്ടത്തിൽ നിൽക്കുന്നവരാണ്. പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ തമ്മിൽ രണ്ടുപേരും എങ്ങനെയാണ് യോജിച്ചു പോകുന്നത്. കാരണം വെച്ചെങ്കിൽ ഒരിക്കലും എന്താ പറയുക വിരുദ്ധമായിട്ട് ചിന്തിക്കുന്നവരാണ് പലരും. പക്ഷേ പുള്ളി അലോപ്പതിയേക്കാളും ഒപ്പം തന്നെ ഇതും താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കൂടെ തന്നെ എന്ത് കാര്യത്തിനായാലും നമുക്ക് കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിന് ഒപ്പം തന്നെ എൻ്റെ അമ്മയും എൻ്റെ അപ്പച്ചനും സഹോദരങ്ങളും തന്നെയായിരുന്നു ആദ്യം. പിന്നെ ഇപ്പം അവളും കൂടിയായി. അപ്പോൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടിലൂടെ. അതുപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള മറ്റൊരു പ്രത്യേകതയാണ്, ഇന്ന് ഒരു കുടുംബത്തിലും കാണാത്ത എല്ലാവരും കൂട്ടായിട്ട് ഇരുന്ന് വർത്തമാനം പറയുകയും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കും. ഇന്നലെ പോലും ഞങ്ങൾ അങ്ങനെയാണ്, എല്ലാവരും കൂടി ഇരുന്ന് പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ച് കാറ്റുകൊണ്ട് കാച്ചിങ്ങനെ ഫാൻ പോലും ഇടാൻ്റെ പുറത്ത് ചെന്നിരുന്നാണ് ഞങ്ങൾ എല്ലാവരും കഴിക്കുക. അത് കിട്ടുന്നൊരു സന്തോഷമൊന്നും വേറെ ഒന്നിലും കിട്ടാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഈ സമയം ഇന്ന് പലപ്പോഴും പലരുടെ ജീവിതത്തിൽ സമയങ്ങളില്ല എന്നുള്ളതാണ്. സമയങ്ങളുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഡോക്ടറും ഈ ഒരു മേഖലയിൽ, ചാരിറ്റി മേഖലയിൽ ഇത്ര തിരക്കിനിടയിലും സമയം അതിന് മാറ്റിവെക്കുന്നു. ഒരു ഇൻ്റർനാഷണൽ അവാർഡ് ഡോക്ടറിനെ തേടിയെത്തുന്നു. ഈ ഒപ്പം ഡോക്ടറിൻ്റെ ഈ ഒരു ദൈവാനുഭവം, പങ്കുവെച്ച ദൈവാനുഭവങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം വളരെയധികം പ്രചോദനമായിട്ടുണ്ട്. ഞങ്ങളോടൊപ്പം ഇത്ര നേരം സമയം പങ്കുവെച്ചതിന് ഡോക്ടറിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.